പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്കിങ്ങനെ വട്ടാരച്ചിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളിങ്ങനെ ആശംസകൾ നേരാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഓരോ ആശംസകളും ഓരോ അനുഗ്രഹങ്ങളും കർത്താവ് ഒരുപാട് കൃപാവരങ്ങൾ നമ്മുടെ മേൽ ചൊരിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ കൂടെ ഇപ്പോൾ ഈ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഈശോ അനുഗ്രഹിക്കട്ടെ, വിനോദ് ഈശോ അനുഗ്രഹിക്കട്ടെ, ഇത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചതും അനുഗ്രഹിച്ചതും എല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാൻ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ സഹായം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. വിളിച്ചപേക്ഷ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറേ സമയം പരിശുദ്ധാത്മാ സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. വചനം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. വചനം ഉള്ളിൽ പ്രവേശിച്ച് മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. റൂഹ നമ്മളെ അഭിഷേകം ചെയ്യണം. നമുക്ക് കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വലിയ ഇഷ്ടത്തോടെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ വഴി നടത്തണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ ആവസിക്കണമേ. ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ കൈകളടിച്ച് അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ ജയിക്കാം, നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ ജയിക്കാം, നിറയ്ക്കുക അഭിഷേകം. കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് ഉറക്കെ യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ,
വരദാന ഫലങ്ങൾ നൽകൂ. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, കൂട്ടായ്മയിലേക്ക് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ആവസിക്കണേ. പാപത്തിന്റെ ചങ്ങലകൾ അഴിയട്ടെ, പാപാന്തകാരം നീങ്ങി പോകട്ടെ. ഓ ദൈവമേ, തടസ്സങ്ങളെ കെട്ടുകൾ അഴിയട്ടെ, ആത്മീയ അന്ധത നീങ്ങട്ടെ, വചനം പ്രവേശിക്കുന്ന തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങട്ടെ, പ്രാർത്ഥിക്കേണ്ട തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങട്ടെ. മനസ്സിന്റെ ഭാരം, ദുഃഖം, നിരാശ, സങ്കടം, പൈശാചിക പീഡകൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്ക് വിട്ടൊഴിഞ്ഞു പോകട്ടെ. വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഈശോയുടെ ബന്ധിക്ക് വിട്ടുമാറട്ടെ. ഓ ദൈവമേ, നാളുകളായി ഹൃദയം കഠിനമായി പോയ അവസ്ഥകൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ റൂഹായെ, ഇപ്പോൾ വ്യാപരിക്കണമേ, ക്രമ ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ഓ വലിയ പരിശുദ്ധാത്മാവേ, മനസ്സ് തളർന്നിരിക്കുന്ന ഓരോരുത്തരും ഈശോയുടെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. പാപാന്തകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാൻ കൈകളടിച്ച് ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ പകരാൻ. പാപാന്തകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാൻ ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ പകരാൻ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ, വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ കൈകൾ ഉയർത്തി യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിറയട്ടെ, 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 നിറയട്ടെ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം, ഓരോ വ്യക്തികളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവ്, ഓരോ പ്രസ്ഥാനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓരോരുത്തരുടെ മേലെ ഇപ്പോൾ ആത്മാവിന്റെ ഉന്നതകരമായ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദത മാറട്ടെ, അലസത മാറട്ടെ, ക്ഷീണം മാറട്ടെ, ഉറക്കം മാറട്ടെ, മടി മാറട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഹൃദയം ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ ജ്ഞാനം നിറയട്ടെ, ചെറിയ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. വലിയ വലിയ കൃപയുടെ അഭിഷേകം കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, രോഗികളുടെ മേൽ ഇപ്പോൾ ആവസിക്കണമേ. ആത്മാവ് ഉള്ളിടത്ത് യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കട്ടെ. രോഗപീഠങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും സ്പർശിക്കണം. പരിശുദ്ധാത്മാവേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായി സന്തോഷത്തോടെ കൃപയോടെ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ
ദൈവത്തിന് പല വിശേഷണങ്ങളും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ദൈവം കരുണ കാണിക്കുന്നവനാണ്, ദൈവം മറക്കുന്നവനാണ്, ദൈവം പൊറുക്കുന്നവനാണ്. അങ്ങനെ ദൈവത്തിന് ഒരുപാട് വിശേഷണങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. വിശേഷണങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ വിശേഷിപ്പിക്കാനാവില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ബൈബിളിൽ ദൈവത്തിന് വളരെ അധികം പ്രാവശ്യം കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമാണ് ദൈവം നല്ലവനാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ് നല്ലവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ് നല്ലവനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ദൈവത്തിന് നന്ദി പറയുന്നതിനെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളെക്കുറിച്ച് പറയുമ്പോഴും സങ്കീർത്തകനും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ലേഖനകർത്താക്കളും ഒക്കെ ഈ ഒരു അഡ്ജക്റ്റീവ് നല്ലവൻ എന്ന് പറയുന്ന വിശേഷം ഒരുപാട് തവണ ഉപയോഗിക്കുന്നുണ്ട് ബൈബിളിൽ. 136 സങ്കീർത്തനത്തിൽ അതിന് 1 തിരുവചനം വചനം നമുക്ക് ഇങ്ങനെ വായിക്കാം: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാൻ സങ്കീർത്തനം പറയാ. എന്താണ് നന്ദി പറയാൻ കാരണം അവിടുന്ന് നല്ലവനാണ്, ദൈവം നല്ലവനാണ്, അതുകൊണ്ട് നന്ദി പറയുക. സങ്കീർത്തകൻ ആവർത്തിച്ച് ഒരുപാട് സങ്കീർത്തനങ്ങളിൽ ദൈവത്തെ നല്ലവനെന്ന് വിശേഷിപ്പിച്ച് നന്ദി പറയാൻ നമ്മൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം നല്ലവനാണ് എന്ന് പറയുമ്പോഴും ചില വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ചില അനുഭവത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ചില സെന്റൻസുകൾ എൻ്റെ മനസ്സിലുണ്ട്. ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ദൈവം ഇന്നേ അവർ ഒന്നും തന്നിട്ടില്ല, എനിക്ക് ദൈവം ഒന്നും ഇന്നേ വരെ തന്നിട്ടില്ല, പിന്നെ എനിക്കെങ്ങനെ ദൈവത്തെ നല്ലവനെന്ന് വിളിക്കാൻ പറ്റും? ചിലപ്പോൾ വേറെ ചില ആൾക്കാർ പറയുന്ന ചില കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട്: അച്ഛാ, ദൈവം നല്ലവനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം നല്ലവനാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയെ പെട്ടെന്ന് എന്തിനാ ദൈവം തിരിച്ചു വിളിച്ചത്? ദൈവം നല്ലവനാണെങ്കിൽ എൻ്റെ കൊച്ചെ പെട്ടെന്ന് എങ്ങനെയാ മരണമടഞ്ഞത്? ദൈവം നല്ലവനാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാ ലോകത്തിൽ സംഭവിക്കുന്നത്? അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മറുപടികൾ ഒക്കെയാണ് ഇതെല്ലാം. എന്നാൽ വാസ്തവത്തിൽ ദൈവം നല്ലവനാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ സംശയം വേണ്ട, ദൈവം നല്ലവൻ തന്നെയാണ്. എന്നാൽ ദൈവം നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. ഒരു അനുഭവത്തിലൂടെ നമ്മളത് മനസ്സിലാക്കണം. 34 സങ്കീർത്തനത്തിൽ അതിൻ്റെ 8 തിരുവചനം, Psalms chapter 34 verse 8 വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നല്ല തീക്ഷണത്തിൽ വചനം വായിക്കാം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. പറയാ, രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സങ്കീർത്തനം പറയാണ് കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണം. ഉദാഹരണം പറയാം. ഇപ്പൊ മധുരം എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും? ഒരാളോട് മധുരം എന്ന് പറയുന്നത് ഇതാണെന്ന് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഞ്ചസാര കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിഠായി കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മധുരം എന്താണെന്ന് അയാൾ രുചിച്ചറിഞ്ഞ് അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത് പോലെ ദൈവത്തെ നിങ്ങൾ രുചിച്ചറിയണം. സങ്കീർത്തനം പറയുകയാണ്. പത്രോസ്ലീഹ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പത്രോസ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ രുചിച്ചറിയല്ല, അനുഭവിച്ചറിയണം. പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനത്തിൽ 2 അധ്യായത്തിൽ 3 തിരുവചനം, 1 Peter chapter 2 verse 3 വചനം വായിക്കാം. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അത് പത്രോസ്ലീഹ അത് ആ വചനം പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ പശ്ചാത്തലം നിങ്ങൾക്കുണ്ടല്ലോ. ദൈവം നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എനിവേ എൻ്റെ സഹോദരങ്ങളെ, ദൈവം നല്ലവനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചില മനുഷ്യർ പറയും അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ, അല്ലേ? ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കമൻറ്റ് പറയും, അല്ലേ? പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, നല്ല ആളാണ് കേട്ടോ, നല്ല സ്വഭാവമാണ്, നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്. എങ്ങനെയാണ് പറയുന്നത്? ആ മനുഷ്യൻ്റെ ജീവിതത്തെ, ആ മനുഷ്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഭവം, ഒരു നല്ല അനുഭവം, ഒരു പക്ഷേ ഒരു സഹായം ലഭിച്ചതായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ഇടപെട്ടതായിരിക്കാം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തി പറയുന്നത് അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്.
അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ദൈവം നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ദൈവം നല്ലവനാണെന്നുള്ളത് ശരി തന്നെ, സംശയം വേണ്ട, ഉറപ്പ്. വചനം പഠിപ്പിക്കുകയാണ്. എന്നാൽ ആർക്കാണ് ദൈവം നല്ലവനായിരിക്കുന്നത്? ആർക്കാണ് ദൈവം നല്ലവനായിരിക്കുന്നത്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 25-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 25. നമുക്ക് അതിനെ ഒരുമിച്ച് വായിക്കാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആർക്കാണ് ദൈവം നല്ലവനായിരിക്കുന്നത്? 2 കൂട്ടർക്കാണ് ദൈവം നല്ലവനായിരിക്കുന്നത്. ഒന്ന്, കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. 2, ദൈവത്തെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവം നല്ലവനാണ് എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാത്തിരിപ്പിന്റെ ദൈവശാസ്ത്രം, ഈ കാത്തിരിപ്പിന്റെ ഒരു അഭിഷേകം, ഈ കാത്തിരിപ്പിന്റെ ഒരു കൃപ, അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പക്ഷേ ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയാനും രുചിച്ചറിയാനും സാധിക്കാതെ പോയി എന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നവർക്കാണ്, കർത്താവിനെ തേടുന്നവർക്കാണ്, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് കർത്താവ് നല്ലവനാണെന്ന് വിലാപങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുകയാണ്. അതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. എന്നാൽ അടിമത്തത്തിൽ ഒരുപാട് തകർച്ചകൾ, വേദനയിൽ, ദുരിതത്തിൽ, ഞെരുക്കത്തിൽ അതുപോലെ കിടക്കുന്ന ഒരു ജനം വീണ്ടും കർത്താവ് ഇടപെടും, വീണ്ടും കർത്താവ് ഇടപെടും. ജെറുസലേമിന്റെ കോട്ട പുതുക്കിപ്പണിയും, ജെറുസലേം ദേവാലയം വീണ്ടും ഉയർന്നു വരും, ഞങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്, ഞങ്ങളെ കർത്താവ് വീണ്ടും രക്ഷിച്ചുകൊണ്ട് പോകും, ഇത് ഈ കാലഘട്ടത്തിന് മാറ്റം വരും, ഇതിനപ്പുറത്തൊരു സംഗതി ഉണ്ട് എന്ന വിശ്വാസത്തിൽ ആ കാത്തിരുന്ന പഴയ നിയമ യഹൂദ ജനത ദൈവം നല്ലവൻ ആണെന്ന് അനുഭവിച്ചറിഞ്ഞു, രുചിച്ചറിഞ്ഞെന്ന് വചനം വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, അബ്രാഹത്തിന്റെ കാര്യം ചിന്തിച്ചു നോക്കുക. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചില അടയാളങ്ങൾ കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സദ്വാർത്ത കൊടുക്കുകയാണ്. പക്ഷെ എത്ര വർഷം കാത്തിരുന്നു, ജൂബിലിയും കൂടെ കഴിയേണ്ടി വന്നില്ലേ? എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ട്, ഒരു വിശ്വാസത്തിന്റെ നിറവേറലിന് ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ടെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ബൈബിളിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് പലരെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വചനം നല്ലൊരു സൂചന നൽകുന്നുണ്ട്. എവിടെയാണ് ദൈവത്തെ കാത്തിരിക്കേണ്ടത്? യെശയ്യാ പ്രവചനത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 8-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 26 വേഴ്സ് 8. നല്ല വചനമാണ്, ഒരുമിച്ച് വായിക്കാം. കർത്താവേ, അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് ചേർത്ത വചനം ഒന്നുകൂടെ പഠിക്കാം. കർത്താവേ, അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. മനുഷ്യരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എവിടെയാണ് ദൈവത്തെ കാത്തിരിക്കുന്നത്? നിയമത്തിന്റെ പാതയിൽ, വചനത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ എനിക്കിപ്പോൾ എവിടേക്കാ ഡൽഹിക്ക് പോകണമെന്ന് കരുതുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പഞ്ചാബിൽ പോകണമെന്ന് കരുതുക. അങ്ങനെ പഞ്ചാബിൽ പോകണമെങ്കിൽ ട്രെയിനാണ് പോകേണ്ടത്. അങ്ങനെ ട്രെയിന് പോകാൻ വേണ്ടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഫ്രണ്ടിൽ ആ റോട്ടിൽ ഇറങ്ങിയ ട്രെയിൻ കാത്തു നിന്നാൽ ട്രെയിൻ വരില്ല. കാരണം അവിടെ ട്രെയിൻ വരില്ല. ട്രെയിനിൽ കയറി എനിക്ക് ഡൽഹിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒലവക്കോടോ കോയമ്പത്തൂരോ എവിടെയാണോ ട്രെയിൻ വരുന്നത് അവിടെ പോയി കാത്തിരിക്കണം, എന്നാലാണ് ട്രെയിൻ വരുള്ളൂ. എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, ദൈവം വരുന്ന പാതയിലാണ് ദൈവത്തെ കാത്തിരിക്കേണ്ടത്. ദൈവം വരുമെന്ന് ഉറപ്പുള്ള സമയത്താണ് ദൈവത്തെ കാത്തിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വലിയൊരു ദൈവിക ദൂത് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതിതാണ്,
അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എവിടെയാണ് കാത്തിരിക്കേണ്ടത്? ഓരോ ബൈബിളിലെ എഴുതപ്പെട്ട വചനവും പാലിച്ച് നീ കാത്തിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവം അവിടെ വരും. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ദൈവം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ ഓരോന്ന് പാലിക്കുമ്പോൾ ദൈവം അവിടെ വരും. അതുകൊണ്ടാണ് പറയുന്നത്, അവിടുത്തെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. ഞാൻ ഓർക്കാണ്ട് കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തികൾ ചില സാക്ഷ്യങ്ങളൊക്കെ അയച്ചത് ഓർക്കുന്നുണ്ട്. അതായത് പ്രമാദത്തിൽ എഴുന്നേൽക്കുക എന്നൊരു എപ്പിസോഡ് അത് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധയിൽ ഓർക്കുന്നുണ്ടാവും. പ്രമാദത്തിൽ എഴുന്നേൽക്കുക, അതിനകത്ത് ഒരുപാട് വ്യക്തികൾ രാവിലെ 3:30 4 മണിക്ക് എഴുന്നേറ്റ് വചനം പാലിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര പേരുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെട്ടത്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരുമായി വരിക, അത് പാലിച്ച് എത്ര പേരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അതാണ് അട്ടപ്പാടി കാത്തിരുന്ന ട്രെയിൻ വരില്ല എന്ന് പറയുന്നത് പോലെ, ദൈവം വരണമെന്നുണ്ടെങ്കിൽ ദൈവം വരുന്ന വഴിയിലാണ് കാത്തിരിക്കേണ്ടത്. ദൈവം വരുമെന്ന് ഉറപ്പുള്ള വഴിയാണ് എൻ്റെ സഹോദരങ്ങളെ വചനത്തിൻ്റെ വഴി. വചനം പാലിച്ചുകൊണ്ടിരുന്ന ദൈവം വരും. വചനം പാലിച്ചുകൊണ്ടിരുന്ന ദൈവം വരും. Praise the Lord. Praise the Lord. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വചനം പാലിച്ചുകൊണ്ടിരുന്നാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവം വരുമെന്നുള്ളത് ഉറപ്പാണ്. വചനത്തിന് വേണ്ടി കാത്തിരുന്നാൽ എത്ര കാലം കഴിഞ്ഞാലും ദൈവം വരുമെന്ന് ഉറപ്പാണ്. Praise the Lord. Praise the Lord. വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുടുംബത്തിൽ ഒരാള് എന്ത് ചെയ്താൽ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നില്ല, ദൈവത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യണം സഹോദരങ്ങളെ? നമ്മള് ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പാലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുടുംബത്തിലിരുന്ന് വചനം പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ദൈവം വരിക, അവിടെയാണ് ദൈവം വരുന്നത്. അങ്ങനെ വേറൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ അടുത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും സഹോദരങ്ങളെ. ആർക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ദൈവം വരുമെന്ന് ഉറപ്പുള്ള സമയത്തോടെ അത് വചനത്തിന്റെ പാതയിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവം നല്ലവനാണെന്ന് പലർക്കും അനുഭവിച്ച് രുചിച്ചു അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാത്തത് കൊണ്ടാണ്, വചനം പാലിച്ചു കാത്തിരിക്കാത്തത് കൊണ്ടാണ്. 25-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 5-ാമത്തെ തിരുവചനം, Psalms 25:5, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം, അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. Praise the Lord. Praise the Lord. അല്ലേ? സങ്കീർത്തനം പ്രാർത്ഥിക്കുക, സത്യത്തിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എന്താണ് സത്യം? വചനമാണ് സത്യം. ഈശോ പറഞ്ഞ യോഹന്നാൻ 17-ാമത്തെ അധ്യായത്തിൽ പീലാത്തോസ് ചോദിക്കുന്നു, എന്താണ് സത്യം? ഈശോ പറഞ്ഞ വചനമാണ് സത്യം. എന്നിട്ട് പറയാ, അതെന്നെ പഠിപ്പിക്കണമേ, അതെന്നെ പഠിപ്പിക്കണമേ. അപ്പൊ വചനം സത്യത്തിലേക്ക് നയിക്കണമേ, വചനം എന്നെ പഠിപ്പിക്കണമേ. എന്നിട്ട് പറയാ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ കാത്തിരിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വചനത്തിലേക്ക് തിരിഞ്ഞ് വചനം പാലിക്കാൻ തുടങ്ങിയാൽ അവിടെ ദൈവം വരും. ദൈവത്തിനുണ്ട് കാത്തിരിക്കും. നമ്മളിപ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരാൾ വരാൻ ഇത്തിരി വൈകിയെന്ന് കരുതാം, എന്നാലും നമ്മൾ കാത്തിരിക്കുമല്ലോ, നമ്മൾ നോക്കിയിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അഗസ്തീനോസിന്റെ അടുത്ത് ദൈവം വരാൻ വേണ്ടി മോനിക്കാമ്മ കാത്തിരുന്നത് പോലെ ഒരു കാത്തിരിപ്പ്. Praise the Lord. Praise the Lord. ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നല്ലവനാണെന്ന് അനുഭവിച്ചറിയാനുള്ള അവസരം ദൈവം ഒരുക്കും. പക്ഷെ അപ്പം ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ചെറിയ പ്രശ്നം സങ്കീർത്തകൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ 14-ാമത്തെ തിരുവചനത്തിലാണ്, Psalms 27:14, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവൻ. Praise the Lord. Praise the Lord. അപ്പൊ അതുകൊണ്ട് എന്താണ്? ദൈവം ഇടപെടും, ദൈവം വരും, അങ്ങനെ ഒരു പ്രത്യാശ അർപ്പിക്കണം. അങ്ങനെ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ? ദൈവത്തിന്റെ ഇടപെടൽ കാണാതെ വരുമ്പോൾ നമ്മൾ അങ്ങ് ദുർബലരാകരുത്. അവിടെയാണ് ധൈര്യം വേണ്ടത്. എന്താണ് ധൈര്യം? കാരണം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വചനം പാലിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുടെ ദൈവം വരും. എന്നിട്ട് വീണ്ടും പറയാ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. Praise the Lord. Praise the Lord. ബൈബിളിൽ വളരെ ഉത്തമമായ കാര്യമായിട്ടാണ് അതാണ് വിശേഷിപ്പിക്കുന്നത്. 37-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 7-ാമത്തെ തിരുവചനം, Psalms 37:7, കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക,
ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വളരെ കറക്റ്റാണ്. കാരണം ക്ഷമയുണ്ടെങ്കിൽ കാത്തിരിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പറയും, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കുറച്ച് സമയം കഴിയാൻ പറയും, എന്നെ കൊണ്ടെങ്കിലും പറ്റിയല്ല. എൻ്റെ സഹോദരങ്ങളെ, ക്ഷമയുണ്ടെങ്കിലേ കാത്തിരിക്കാൻ പറ്റുള്ളൂ. ക്ഷമാപൂർവം കാത്തിരിക്കണം, ക്ഷമാപൂർവം കാത്തിരിക്കണം. നമ്മൾ ഓർക്കുക, നമുക്ക് ചുറ്റുമുള്ള കേരള സഭയും തന്നെ വിശുദ്ധരായിട്ടുള്ളവരുടെയും അല്ലെങ്കിൽ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നോക്കുക. ഓരോ വിശുദ്ധനും എൻ്റെ സഹോദരങ്ങളെ എത്രമാത്രം ഞെരുക്കങ്ങൾ, സഹനങ്ങൾ, തെറ്റിദ്ധാരണകൾ, അപവാദങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അല്ലേ? അവിടെ എല്ലാം അവർ കാത്തിരുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ വന്നില്ല. ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലേ? വിലാപങ്ങളുടെ പുസ്തകം 3:26 ഒന്നുകൂടെ ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അപ്പം നല്ലവനായ കർത്താവിനെ കാത്തിരിക്കണമെന്ന് കർത്താവിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവം നല്ലവനാണ്. ദൈവം ആർക്കാണ് നല്ലവനായിരിക്കുന്നത്? അവിടുത്തെ തേടുന്നവർക്കും അവിടുത്തെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. എവിടെയാണ് ദൈവത്തെ കാത്തിരിക്കേണ്ടത്? ദൈവം വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഓരോ ബൈബിളിലെ ഭാഗങ്ങൾ വെറുതെ വായിച്ച് കളയരുത്, വായിച്ച് വിട്ട് കളയരുത്, ഈ വചനം വെച്ച് വിട്ട് കളയരുത്. അത് വേഗം ജീവിതത്തിൽ പരിശീലനത്തിലേക്ക് ആരംഭിക്കണം. അങ്ങനെ പരിശീലിക്കാൻ തുടങ്ങിയാൽ ആ പരിശീലിക്കുന്ന സ്ഥലത്ത് ദൈവം വരും. നമ്മുടെ അടുത്ത് ദൈവം വരും. നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടി വചനം പാലിക്കാൻ തുടങ്ങിയാൽ അവിടെ ദൈവം വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രത്യാശ അർപ്പിച്ചിട്ട് ദുർബലനായി പോകരുത്. ധൈര്യം അവലംബിക്കണം, കർത്താവിനെ കാത്തിരിക്കണം. ദൈവം നല്ലവനല്ല എന്ന് പറയാൻ ഇടവരില്ല. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവം നല്ലവനാണെന്ന് മാത്രമേ പറയാൻ ഇടവരുള്ളൂ. തിരിച്ചു പറയാൻ ഒരിക്കലും ഇടവരുന്നില്ല. കർത്താവ് ഈ ആരാധന സമയത്ത് ശക്തമായി നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ വലിയ അനുതാപത്തോടെ പാഴാക്കിക്കളഞ്ഞ ഒരുപാട് അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുക. ദൈവമേ, അവിടുന്ന് കടന്നു വരുന്ന വഴിയാണല്ലോ വചനത്തിൻ്റെ വഴി. എത്രയോ തവണ വചനം വായിക്കാൻ അവസരം കിട്ടി, ഉപയോഗിച്ചില്ല. വചനം പാലിക്കാൻ എത്ര അവസരം ദൈവം തന്നു, ഉപയോഗിച്ചില്ല. സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. ഓരോ വചനം പാലിക്കാൻ ഒരു കൃപ നമുക്ക് ചോദിക്കാം. ഓരോരുത്തരെയും തങ്ങളെക്കളെ ശ്രേഷ്ഠരായി കരുതുവിൻ ഒരു വചനമാണ്. ആ വചനം പാലിച്ചുകൊണ്ട് കാത്തിരുന്നാൽ ഒരു സമയം കഴിയുമ്പോൾ ദൈവം വരും എന്ന് പറയുന്നത് പോലെ എല്ലാ വചനവും പാലിക്കാൻ ഒരു കൃപ കർത്താവ് തരട്ടെ. ഈ സമയത്ത് നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ പോയ കാലങ്ങളിൽ വചനം പാലിക്കാത്തതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. വചനം പാലിക്കാൻ കൃപ കർത്താവ് ഈ ആശീർവാദ സമയത്ത് തരും. ഒപ്പം നമ്മൾ ഏറ്റുപറയുകയാണ്. പ്രഭാഷകനും സങ്കീർത്തകനും ദൈവജനം ഏറ്റു പറഞ്ഞതുപോലെ കർത്താവ് നല്ലവനാണ്, അവിടുന്ന് മതിയായവനാണെന്ന് ഏറ്റുപറയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ.